ACL ലിഗ്മെന്റ് ടിയർ വന്ന ഒരാൾ ഫുള്ളി ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാതെ ലിഗ്മെന്റ് സർജറി ഒന്നും ചെയ്യാതെ അങ്ങനെ അത് കാര്യമാക്കാതിരിക്കുകയാണെങ്കിൽ ഭാവിയിൽ പൂർണ്ണമായും മുട്ട് തേയ്മാനം വന്ന് മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലോട്ട് പോകാൻ ചാൻസ് ഉണ്ടോ? സാധ്യത ഉണ്ട്, പക്ഷേ ഇമ്മീഡിയറ്റ് അല്ല. ACL ലിഗമെന്റ് ഇഞ്ചുറി യൂഷ്വലി അത് ചെറുപ്പക്കാരിലാണ് വരുന്നത്. വന്നു കഴിയുമ്പോൾ അത് പാർഷ്യൽ ടയർ ആണെങ്കിൽ നമ്മൾ പലപ്പോഴും സർജറിയുടെ ആവശ്യം വരാറില്ല. ചിലപ്പോൾ അത് റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ കൺസർവേറ്റീവ് എക്സർസൈസ് റെസ്റ്റ് അതുകൊണ്ട് കുറച്ചത് ഹീൽ ചെയ്തോളും. അത് എത്രത്തോളം ടയർ ഉണ്ടെന്നുള്ളത് MRI നോക്കി ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷവും ക്ലിനിക്കൽ പരിശോധനയായിട്ട് കോറിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. എല്ലാ ACL ഇഞ്ചുറിയും നമ്മൾ സർജറിക്ക് ചെയ്യാറില്ല. കംപ്ലീറ്റ് ടയർ ആണെങ്കിൽ അതൊരിക്കലും ഹീൽ ചെയ്യത്തില്ല. പക്ഷേ കുറച്ച് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 1-2 മാസം കൊണ്ട് ചിലപ്പോൾ പെയിനും സ്വെല്ലിങ്ങും ഒക്കെ നല്ലപോലെ കുറയും. ആൾക്കാർ താൽക്കാലികമായിട്ട് ഹാപ്പി ആയിരിക്കും. പക്ഷേ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. നമുക്ക് സ്പീഡ് നടക്കാനോ ഓടാനോ സ്റ്റെപ്പ് കയറാനോ കളിക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പം ചിലർ സർജറി പേടിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ബുദ്ധിമുട്ട് കാരണം ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു, അതായത് അഡ്ജസ്റ്റ് ചെയ്യും, ലൈഫിൽ റെസ്ട്രിക്റ്റ് ചെയ്യും. ഫുട്ബോൾ കളിക്കാൻ പോകത്തില്ല, ഓടിക്കൊണ്ടിരുന്ന ആൾ നടന്നാൽ മതി എന്ന് വെക്കും, ഫുട്ബോൾ കളിക്കത്തില്ല. അപ്പോൾ ലൈഫിൽ അവർ റെസ്ട്രിക്ഷൻ വരും പേടിച്ചിട്ട് അല്ലെങ്കിൽ സർജറി വേണ്ടാന്നുള്ളൊരു തീരുമാനം. അത് തീർച്ചയായും പേഷ്യൻ്റെ ഡിസിഷൻ ആണല്ലോ. നമ്മൾ അഡ്വൈസ് ചെയ്യുന്നു, നമ്മൾ നിർബന്ധിക്കത്തില്ല, അഡ്വൈസ് ചെയ്യുന്നു, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയുന്നു. പക്ഷേ ചിലർ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കും. അത് പല കാരണങ്ങളുണ്ടാവും, അത് വ്യക്തിപരമായ കാരണമാണ്. അപ്പോൾ നമ്മളത് എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയണമെന്ന് പോലുമില്ല. അപ്പോൾ ചിലർ അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ കുറച്ചു കാലം കൊണ്ട് നീരും വേദനയും കുറയും. പക്ഷേ ഈ ACL ലിഗമെന്റ് മുട്ടിലെ പ്രധാന ഒരു ലിഗമെന്റാണ് ACL ഉം PCL. അതായത് മുട്ടുകൾ നടക്കുമ്പോൾ ഇങ്ങനെ രണ്ട് സൈഡും തമ്മിൽ ഇങ്ങനെ തെന്നി പോകാതിരിക്കാൻ വേണ്ടി ക്രൂഷിയേറ്റ് പോലെ ഇരിക്കും. അതാണ് ക്രൂഷിയേറ്റ് എന്ന് പറയുന്നത്. ഒന്ന് അങ്ങോട്ട് പോകാതെയും ഒന്ന് ഇങ്ങോട്ട് തെന്നി പോകാതെയും വേണ്ടിയിട്ട് ലിഗമെന്റ് ഉണ്ട്. അപ്പോൾ അതിപ്പോൾ ഒരു ലിഗമെന്റ് പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ സൈഡ് എഫക്ട്സ് മുട്ട് ഉണ്ടാവും, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവും. അപ്പോൾ മുട്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളറിയാതെ തെന്നിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ മുട്ടിനകത്തുള്ള ഈ സ്റ്റഡീസ് കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് കണ്ടിട്ടുള്ളത് ഈ ഇങ്ങനെ ഇളകിക്കൊണ്ടിരുന്നാൽ ബാക്കിയുള്ള സ്ട്രക്ചേഴ്സിന് ഡാമേജ് വരും ലോങ് ടൈം. പ്രധാനമായിട്ടും മീഡിയൽ മെനിസ്കസിന് ടയർ വരും, ഈ വാഷറിന് ടയർ വരാം. ആ ടയർ വന്നു കഴിഞ്ഞാൽ അത് കാർട്ടിലേജിന് ഡാമേജ് വരും. അത് പക്ഷേ ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിരിക്കത്തില്ല, ചിലപ്പോൾ പെട്ടെന്ന് അടുത്ത തെന്നലിനായിരിക്കും അത് സംഭവിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ 10-15 വർഷം കൊണ്ട് ആ പേഷ്യൻസിന് തേയ്മാനം വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ എത്രത്തോളം വരും, മുട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട അത്രയും വരുമോ എന്നുള്ളത് ഡിപ്പെൻസ് ഓൺ ദ പേഷ്യൻ്റെ ആക്ടിവിറ്റി ലെവലും ബോഡി വെയ്റ്റും ശരീര പ്രത്യേകത ജനറ്റിക്കലായിട്ടുള്ള കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ വരാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ഒരു പരിക്കുണ്ടാകാത്ത ഒരു ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ്. ഒരിക്കലും ഒരു പരിക്കുണ്ടായി കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായ പ്രശ്നങ്ങൾ മുട്ടിനുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം പോസിബിൾ ആയ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് പോകുന്നതാണ്. പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ചെയ്ത് പോകാം.